നമ്മുടെ വിൽ പവർ മാത്രം ഉപയോഗിച്ചിട്ട് ഒരു ശീലം മാറ്റാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? എങ്കിൽ അത് പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമ്മുടെ വിൽ പവർ അല്ലെങ്കിൽ നമ്മുടെ ശക്തമായിട്ടുള്ള ഏതൊരു തീരുമാനത്തെക്കാളും വളരെ പവർഫുൾ ആണ് നമ്മുടെ ചുറ്റുപാടും നമ്മൾ ജീവിക്കുന്ന അന്തരീക്ഷം. ഇത് മനസ്സിലാക്കാതെ പലപ്പോഴും നമ്മൾ നമ്മളോട് തന്നെയാണ് ഫൈറ്റ് ചെയ്യാറുള്ളത്. എന്നാൽ നമ്മൾ യഥാർത്ഥത്തിൽ ഫൈറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ചുറ്റുപാടുകളുമായിട്ടാണ്. കാരണം നമ്മുടെ ബ്രെയിൻ ഒരിക്കലും നമുക്കെന്താണ് വേണ്ടത് എന്ന് നോക്കിയിട്ടല്ല ഒരു കാര്യം ചെയ്യുന്നത്. നമുക്കെന്താണ് ഈസി ആയിട്ട് ലഭിക്കുന്നത് അതാണ് നമ്മുടെ ബ്രെയിൻ നമ്മളെ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. വിയറ്റ്നാം യുദ്ധത്തിന് പോയ അമേരിക്കൻ പട്ടാളക്കാരുടെ യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവം നമുക്കൊന്ന് നോക്കാം. വിയറ്റ്നാമിൽ വളരെ സുലഭമായിട്ട് ലഭിച്ചുകൊണ്ടിരുന്ന കൊക്കൈൻ എന്ന രാസപദാർത്ഥത്തിന് കുറേയധികം അമേരിക്കൻ സോൾജേഴ്സ് അഡിക്റ്റ് ആവുകയും തിരിച്ച് യുദ്ധം കഴിഞ്ഞ് നാട്ടിലേക്ക് വരുമ്പോൾ പല ആൾക്കാരും കരുതിയിരുന്നത് ആ ഒരു അഡിക്ഷനിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ പറ്റില്ലെന്നുമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് 90% ആൾക്കാരും ഒരു മാസത്തിനുള്ളിൽ തന്നെ ആ ഒരു ബാഡ് ഹാബിറ്റിൽ നിന്ന് പുറത്തു കടക്കുകയും എന്നേക്കുമായിട്ട് ആ ഒരു അഡിക്ഷനിൽ നിന്ന് കരകയറുകയും ചെയ്തു. ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? വിയറ്റ്നാമിൽ വളരെ ഈസി ആയിട്ട് ലഭിച്ചുകൊണ്ടിരുന്ന കൊക്കൈൻ അമേരിക്കയിൽ അത്ര എളുപ്പത്തിൽ ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ പട്ടാളക്കാർക്ക് ഈസി ആയിട്ട് ആ ഒരു അഡിക്ഷനിൽ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചു. അതിനാൽ നമുക്ക് മോശമായിട്ടുള്ള ഏതൊരു ശീലങ്ങളും മാറ്റണമെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ അന്തരീക്ഷം ചേഞ്ച് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം എന്നുള്ള ഒരു ശീലം ഉണ്ടാക്കണമെങ്കിൽ ആദ്യം തന്നെ വീട്ടിലുള്ള അൺഹെൽത്തി ഫുഡൊക്കെ എടുത്ത് കളയുക. അതുപോലെ തന്നെ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് വീട്ടിലേക്ക് വാങ്ങാതിരിക്കുക, അത് കിട്ടുന്ന സ്ഥലത്തേക്ക് അധികം പോകാതിരിക്കുക. പുസ്തകങ്ങൾ വായിക്കണം എന്ന ഒരു ശീലം നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബെഡിനടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ പില്ലോവിനടിയിൽ ഒരു ബുക്ക് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ മൊബൈലാണ് അവിടെ ഉള്ളതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ മൊബൈൽ നോക്കാനാണ് സാധ്യത കൂടുതൽ. നമുക്ക് ഏതൊരു ഹാബിറ്റാണോ കണ്ടിന്യൂ ചെയ്യേണ്ടത് ആ ഹാബിറ്റിനെ ഈസി ആക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ചുറ്റിലും ഒരുക്കേണ്ടത്, ഡിസൈൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. എങ്കിലും മാത്രമേ നമുക്ക് ആ ഒരു ശീലം കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഒരു മോശമായിട്ടുള്ള ശീലം മാറ്റണമെങ്കിൽ ആദ്യം തന്നെ നിങ്ങളെ ചുറ്റിലും ഒന്ന് നോക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ആ ഒരു മോശം കാര്യം കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്, അത് ആദ്യം തന്നെ അവിടെ നിന്ന് എടുത്ത് മാറ്റുക. അല്ലെങ്കിൽ നിങ്ങളെ കാണാത്ത രീതിയിൽ എവിടെയെങ്കിലും ഹൈഡ് ചെയ്യുക. ഇത് നിങ്ങളെ ആ ഒരു ബാഡ് ഹാബിറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കും. താങ്ക് യു.